ഹായ് ഫ്രണ്ട്സ്, മോം സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പൂ പോലത്തെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ, വാ. അപ്പോൾ ഈ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ടോ, നല്ല സോഫ്റ്റ്. അരി അരയ്ക്കുകയോ കുതിർക്കുകയോ ഒന്നും വേണ്ട, അരി ആട്ടണ്ട, നമുക്ക് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മെഷർമെൻറ്റ് കപ്പിന് ഞാൻ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാനിത് റോസ്റ്റഡ് റവ എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് 2 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക, പുളിപ്പില്ലാത്ത തൈരാണ് നല്ലത്. 1.5 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഞാനിത് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കൂടിപ്പോയാൽ ഒരു 15 മിനിറ്റിനകം നമുക്ക് ഇഡ്ഡലി റെഡിയാവും കേട്ടോ. പുഴുങ്ങാനും കൂടെ ചേർത്തിട്ട് ഞാൻ സമയം പറയുന്നത്. മാവ് എന്തായാലും നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് മാവ് റെഡിയാവും. പിന്നെ പുഴുങ്ങിയെടുക്കുന്ന സമയം മാത്രം മതി. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടി ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാൻ മറക്കരുത്. അപ്പോൾ ആ മാവ് ഞാനൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതി, ഒരുപാട് ചേർക്കരുത്. 1 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ചുകൂടെ ഞാൻ 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് ഇനി നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് മതിയാവും. അത് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് മാവെല്ലാം ഒന്നുകൂടെ കട്ടയായി വന്നിട്ടുണ്ട്, നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് ഇതൊന്ന് ആക്കിയെടുക്കാം, കലക്കിയെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് എടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ വീണ്ടും വെള്ളം കൂടുമ്പോൾ നമ്മൾ മാവ് ചേർക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 12 ഇഡ്ഡലി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് മാവ് കൊണ്ട്. എൻ്റെ ഇരിക്കുന്ന ഇഡ്ഡലി പാത്രത്തിൻ്റെ കുഴി ഇച്ചിരി വലുതാണ് കേട്ടോ. ഇഡ്ഡലിത്തട്ടിൻ്റെ കുഴി നമ്മൾ ഈ സ്റ്റീൽ പാത്രമില്ല അതിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 10-20 എണ്ണമൊക്കെ അടുപ്പിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് വലിയ കുഴി ആഴമുള്ളതല്ലല്ലോ, ഇത് ഇച്ചിരി വലിയ ഇഡ്ഡലിയാണ്. അപ്പോൾ 12 ഇഡ്ഡലി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമുക്കിനി മാവിൽ വെള്ളമൊക്കെ ചേർത്ത് മിക്സാക്കിയിട്ടുണ്ട്. ഇഡ്ഡലിത്തട്ട് വെച്ച് അതിലേക്ക് എണ്ണ തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. കൂടെ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും. ഒത്തിരി നന്ദി കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും. ഇതുപോലെ മാവ് നമുക്ക് ഒഴിച്ചതിന് ശേഷം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം മാത്രമേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ടെൻഷനൊന്നും അടിക്കേണ്ട. നമ്മൾ ഒരു ദിവസം അരി ഇട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വെപ്രാളം, അയ്യോ രാവിലെ എന്തുണ്ടാക്കാം, അങ്ങനെയുള്ള ദിവസങ്ങളിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി നല്ല പൂ പോലത്തെ ഇഡ്ഡലി കേട്ടോ. ആരും പറയത്തില്ല ഇത് പെട്ടെന്ന് റവയാണെന്ന്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ, കണ്ടല്ലോ. ഇത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നല്ല കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. കണ്ടോ, നല്ല പഞ്ഞു പോലെ ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ചട്നിയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കാണിക്കുന്നുള്ളേ ഉള്ളൂ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റാണ്. റവയിലാണ് നമ്മളിത് തയ്യാറാക്കിയേക്കുന്നതെന്ന് ആരും ഒരിക്കലും അറിയത്തുമില്ല, അത്ര സോഫ്റ്റായിട്ടായിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല തേങ്ങാ ചട്നിയും കൂട്ടി നമുക്ക് നല്ല അടിപൊളി ഇഡ്ഡലി ഇവിടെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എത്ര എളുപ്പത്തിലാണ് തയ്യാറാക്കി എടുത്തെന്ന് കണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.